നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. JSW എന്ന കമ്പനി ഇന്ത്യയിൽ പല മേഖലകളിലും നമ്മൾ കണ്ടിട്ടുള്ള കമ്പനിയാണ്. സിമൻറ്റ് നിർമ്മാണം, കമ്പി നിർമ്മാണം തുടങ്ങി പല മേഖലകളുമുണ്ട്. പക്ഷേ അവർ അടുത്ത കാലത്താണ് വാഹന നിർമ്മാണത്തിലേക്ക് കടന്നത്. പക്ഷേ അവർ നേരിട്ടല്ലാതെ കടന്നത് MG മോട്ടോറിൻ്റെ വലിയ ഒരു ശതമാനം ഓഹരി വാങ്ങിച്ചുകൊണ്ട് അവർ ഇന്ത്യയിൽ വാഹന രംഗത്ത് സാന്നിധ്യം അറിയിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന MGയുടെ മോഡലുകളിലെല്ലാം തന്നെ നമുക്ക് JSW എന്നുള്ളൊരു ബാഡ്ജിങ് കൂടി കാണാം. അത് JSWൻ്റെ ആ ഓഹരിയുടെ ഒരു പ്രതിഫലനമായിട്ട് കണ്ടാൽ മതി. എന്തായാലും അങ്ങനെ MGയിൽ കുറച്ച് പൈസ മുടക്കി എന്നുള്ളതല്ല, പൂർണ്ണമായിട്ടും ഒരു വാഹന നിർമ്മാണ കമ്പനിയായിട്ട് മാറാൻ കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ JSW. അതിനായിട്ട് JSW മോട്ടോർ എന്നുള്ള പേരിലൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, അവർ ഡീലർഷിപ്പുകൾ പോലും വിളിച്ചു തുടങ്ങി. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അവർ ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്നത് ജെറ്റൂർ എന്ന് പറയുന്നൊരു കമ്പനി, ഒരു വാഹനമാണ്. ജെറ്റൂർ T2 എന്ന ഗൾഫിലൊക്കെ നമ്മൾ ധാരാളം കാണുന്ന ഏതാണ് ഡിഫൻഡറിൻ്റെ കുട്ടി ഡിഫൻഡർ എന്നൊക്കെ വിളിക്കാവുന്ന രൂപമുള്ള വാഹനമാണ് ആദ്യമായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസറിൽ പറഞ്ഞിരുന്നു. എന്തായാലും ആ വാഹനം വന്നു കഴിഞ്ഞ് ഇനി എന്ത് എന്നൊരു ചോദ്യം നിൽക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നു ജെറ്റൂറിൻ്റെ ഒരു പ്ലഗ്-ഇൻ ഹൈബ്രിഡ് കൂടി കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനും ശേഷം എന്താണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ JSW പുറത്തു വിട്ടിരിക്കുകയാണ്. ജെറ്റൂറിന് ശേഷം വരുന്ന മോഡൽ ചെറി എന്ന കമ്പനിയുടെ ഒരു ചൈനീസ് കമ്പനിയുടെ ഐക്കാർ എന്ന് പറയുന്ന ബ്രാൻഡുണ്ട് അവർക്ക്. ഐക്കാറിൻ്റെ V23 എന്ന് പറയുന്ന മോഡലായിരിക്കും എന്നാണ് ഇപ്പോൾ JSW അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ജെറ്റൂർ എന്ന് പറയുന്നതും ഈ ചെറി എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയുടെ മറ്റൊരു ബ്രാൻഡാണ്, ഒരു സബ്സിഡറി കമ്പനിയാണ്. അതിൻ്റെ മറ്റൊരു കമ്പനിയാണ് ഈ ഐക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ചെറിയുടെ ബ്രാൻഡ് തന്നെയായിട്ട് കണക്കാക്കിയാൽ മതി. എന്തായാലും ആ വാഹനം വരാൻ പോകുന്നുവെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. അതൊരു കിടിലൻ ലുക്കുള്ളൊരു വാഹനമാണ്. എന്ന് തന്നെയുമല്ല, ആ വാഹനം ഇന്ത്യയിൽ പല സ്ഥലത്തും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന മ്യൂളായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ പടങ്ങളും വീഡിയോകളൊക്കെ വന്നു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ വാഹനം വരുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. 20 ലക്ഷം രൂപ വലിയ താഴെ വരുന്ന ഒരു EV ആയിരിക്കും അത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിപ്പോൾ ഓൾറെഡി ചൈനയിൽ വിൽപ്പനയിലുള്ള ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പടങ്ങളൊന്നും കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അത് 20 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ആരുമായിട്ടായിരിക്കും പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ മാരുതിയുടെ ഈ വിറ്റാര, അതുപോലെ തന്നെ ഹ്യുണ്ടായി ക്രെറ്റ EV, പിന്നെ മഹീന്ദ്രയുടെ BE6, ടാറ്റ കർവ് EV എന്നൊക്കെ ആയിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ചെറിയൊരു വാഹനമൊന്നുമല്ല V23 എന്ന് മനസ്സിലായല്ലോ. 2735 മില്ലിമീറ്റർ വീൽ ബേസും 4220 മില്ലിമീറ്റർ നീളവും 1845 മില്ലിമീറ്റർ ഉയരവുമുള്ള ഒരു വലിയ SUV തന്നെയാണത്. കാഴ്ചയിൽ നല്ല രസമുള്ള രൂപമാണ്. ഒരു പെട്ടി രൂപമാണെങ്കിലും കാഴ്ചയിൽ ഒരു രസമുള്ള രൂപമാണ്. ചൈനയിൽ ഇതിന് 59.93 കിലോ വാട്ട്, 59.93 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കും പിന്നെ 81.76 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുമുള്ള രണ്ട് വേരിയൻസ് ആണുള്ളത്. യഥാക്രമം 136 BSPയും 211 BSPയും ഉള്ള മോട്ടറുകളാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 211 HP മോട്ടറുള്ള ആ ഒരു മോഡൽ ഓൾ വീൽ ഡ്രൈവ് മോഡൽ കൂടിയാണ്. ഇതിന് 510 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന റേഞ്ച്. പക്ഷേ മറ്റേ 136 HP മോട്ടറുള്ള ആ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് റിയർ വീൽ ഡ്രൈവാണ്. അതിന് 401 കിലോമീറ്ററാണ് കമ്പനി റേഞ്ച് പറയുന്നത്. അപ്പോൾ ഈ ഓൾ വീൽ ഡ്രൈവ് മോഡലിന് 7.5 സെക്കൻഡ്സ് മതി 100 കിലോമീറ്റർ വേഗത എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന വേരിയൻറ്റുകളുമാണ് ഇത് രണ്ടും തന്നെ. അപ്പോൾ JSW മോട്ടോർ മഹാരാഷ്ട്രയിൽ വാഹന പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെറ്റൂർ T2 അസംബിൾ ചെയ്യുന്നത് ഇവിടെയായിരിക്കും. ഈ വർഷം തന്നെ ജെറ്റൂർ വിപണിയിലെത്തും. V23 അടുത്ത വർഷവും വിപണിയിലെത്തും എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ പുതിയൊരു വാഹന ബ്രാൻഡ് വരികയാണ് JSW മോട്ടോർ എന്നുള്ള പേരിൽ. പൈസക്കൊന്നും യാതൊരു പഞ്ഞവുമില്ലാത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് JSW എന്നുള്ളതുകൊണ്ട് തന്നെ ഗംഭീര മോഡലുകൾ ചെറിയതൊക്കെ വരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ചൈനീസ് കമ്പനിയുടെ വാഹനമാണെങ്കിൽ പോലും ഇന്ത്യയിൽ വിൽക്കാൻ പോകുന്നത് JSWയുടെ ബ്രാൻഡിൽ തന്നെ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ചൈനീസ് ഛായ ഇല്ലാത്ത വാഹനങ്ങളായിരിക്കും വരാൻ പോകുന്നതാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അതാണ് ഈ ആഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത. അപ്പോൾ ഇനി ഈ ആഴ്ചയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്ന് നോക്കാം. സജീവ് ഗംഗാധരൻ കാലടിയിൽ നിന്നാണ് ചോദ്യം അയച്ചിരിക്കുന്നത്. ഞാൻ BYD സീൽ വാങ്ങാനിരിക്കുമ്പോഴാണ് ബെൻസിൻ്റെ CLA EV വന്നത് അറിഞ്ഞത്. ആ മോഡൽ ഓടിച്ചിരുന്നോ? സീലാണോ അതോ CLA EV ആണോ മികച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡ്രൈവ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ബാംഗ്ലൂരിൽ. പക്ഷേ എനിക്കൊന്ന് പോകാൻ പറ്റിയില്ല. എന്തായാലും അടുത്ത ആഴ്ച തന്നെ നമുക്കത് ഓടിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ബെൻസിൻ്റെ മോസ്റ്റ് അഫോർഡബിൾ EV എന്നാണ് കമ്പനി അതിനെ വിളിക്കുന്നത്. CLA എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ആ സഡാൻ്റെ ഒരു EV രൂപമായിട്ടാണ് കണക്കാക്കേണ്ടത്. ഏറ്റവും പുതിയ മോഡുലാർ ഇലക്ട്രിക് ആർക്കിടെക്ചറിലാണ് ഈ ഒരു CLA EV നിർമ്മിച്ചിരിക്കുന്നത്. അതായത് പൂർണ്ണമായും ഇലക്ട്രിക് പ്ലാറ്റ്ഫോം ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. 792 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന റേഞ്ച്. പുതിയ 2 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വേഗത കൂടിയാലും ഇത്രയും അധികം എത്ര വേഗതയിൽ പോയാലും കൂടുതൽ റേഞ്ച് നൽകുമെന്നാണ് കമ്പനി പറയുന്നത്. അതുകൊണ്ടാണ് സ്പീഡിൽ പോയാൽ പോലും ഈ ഒരു റേഞ്ച് കിട്ടുമെന്ന് കമ്പനി അവകാശപ്പെടുന്നത്. ഇതൊരു റിയർ വീൽ ഡ്രൈവ് മോഡലാണ്, ഓൾ വീൽ ഡ്രൈവ് മോഡൽ അല്ല. 272 SP ആണ് മോട്ടറിൻ്റെ പവർ. 335 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. 0 to 100 6.7 സെക്കൻഡ്സ് മതി. 240 കിലോ വാട്ട് ചാർജർ പോലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാറ്ററി പാക്കൊക്കെയാണ് അതിലുള്ളത്.
400 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ടോപ്പപ്പ് ചെയ്യാൻ വെറും 20 മിനിറ്റ് മതി എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടാൻ 20 മിനിറ്റ് ചാർജ് ചെയ്താൽ ഓടിപ്പോകാൻ പറ്റും. അപ്പോൾ ലെവൽ 2 ADAS 360 ഡിഗ്രി ക്യാമറ, ESC ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ്, 8 എയർ ബാഗുകൾ, അങ്ങനെ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യക്ക് വേണ്ട രീതിയിൽ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. യൂറോപ്പിൽ കാർഷസിൽ 5 സ്റ്റാർ നേടിയ ഒരു വാഹനം കൂടിയാണിത്. 405 ലിറ്റർ ബൂട്ട് സ്പേസ്, 101 ലിറ്റർ ഫ്രങ്ക് സ്പേസ് കൊണ്ട് മുൻഭാഗത്ത് ബോണറ്റിനടിയിൽ 101 ലിറ്റർ സ്പേസും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഉള്ളിൽ EQവിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണാം. 10.25 ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ, അതുപോലെ 14.6 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെന്റിലേറ്റഡ് സീറ്റുകൾ, അതുപോലെ തന്നെ മസാജ് ഫംഗ്ഷൻ, വയർലെസ് ചാർജിങ്, പനോരമിക് സൺറൂഫ്, അങ്ങനെ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വില പക്ഷേ 60 ലക്ഷം രൂപയ്ക്ക് മേളിലാവുന്നതാണ് മറ്റൊരു കാര്യം. അപ്പോൾ സീലിന് 53 ലക്ഷം രൂപ വിലയുള്ളൂ എന്ന് പറയുമ്പോൾ വില അല്പം കൂടുതലാണെന്നുള്ളൊരു സംശയമില്ല. പിന്നെ അതുപോലെ സീലിന് 650 കിലോമീറ്ററാണ് റേഞ്ചെങ്കിൽ ഇതിന് 792 പറയുന്നുണ്ട്. അപ്പോൾ റേഞ്ച് കൂടുതലുണ്ട്, വിലയും കൂടുതലുണ്ട്. അപ്പോൾ അതിലേത് വേണമെന്ന് തീരുമാനിക്കാം. മറ്റൊരു കാര്യമുള്ളത്, ഇത് ബെൻസ് ആണെന്നുള്ള കാര്യമുണ്ട്. ഇപ്പോൾ VID വാങ്ങിക്കുന്നതല്ല, ബെൻസിൻ്റെ ഒരു വാഹനം എന്ന് പറയുന്നൊരു പ്രത്യേകതയുണ്ട്. അത്രയും കാര്യങ്ങൾ ചിന്തിച്ചിട്ട് എന്താണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാം. അടുത്ത ചോദ്യം വെച്ചിരിക്കുന്നത് ഹാപ്പി കുര്യനാണ്, കോട്ടയത്ത് നിന്നും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഹാപ്പി കുര്യൻ എന്ന് പറയുന്നത്, കോട്ടയംകാരൻ തന്നെയായിരുന്നു. ഞാൻ MG ഗ്ലോസ്റ്റർ സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ അന്വേഷിക്കുമ്പോഴാണ് മജസ്റ്ററിൻ്റെ വീഡിയോ കണ്ടത്. ചേട്ടൻ പറഞ്ഞത് ശരിയാണ്, സെക്കൻഡ് ഹാൻഡ് വാല്യൂ തീരെയില്ല, എങ്കിലും ദീർഘകാലം ഉപയോഗിക്കാമെന്നാണ് കരുതുന്നത്. എങ്ങനെയുണ്ട് മജസ്റ്റർ, വാങ്ങിയാൽ പെടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെടുമൊന്നുമില്ല, എങ്കിലും ഈ ഹാപ്പി കുര്യൻ പറഞ്ഞത് ശരിയാണ്, അതിന് റീസെയിൽ വാല്യൂ കുറവായിരിക്കുന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഒത്തിരി കാലം ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തായാലും നല്ല ബിൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഓഫ് റോഡ് കേപ്പബിലിറ്റിയും ധാരാളം ഫീച്ചേഴ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഓഫ് റോഡ് കേപ്പബിലിറ്റി നമ്മൾ വളരെ കൃത്യമായി ഒന്ന് കണ്ടു കേട്ടോ. അത് ഗംഭീരമായൊരു ഓഫ് റോഡ് ഒരു പരിപാടിയായിരുന്നു അന്ന് അവർ കാണിച്ചത്. പിന്നെ മജസ്റ്ററും ഗ്ലോസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കുറെ കൂടി റഗ്ഗഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഈ മജസ്റ്റർ എന്നാണ് തോന്നിയത്. അത് മുൻഭാഗത്ത് തൊട്ട് തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെർട്ടിക്കലായിട്ടുള്ള ഹെഡ് ലാമ്പും വലിയ ഗ്രില്ലും അതുപോലെ തന്നെ വളരെ തിക്കായിട്ടുള്ള ക്ലാഡിങ്ങും ഒക്കെയാണ് മുൻഭാഗത്തിന് ഒരു പ്രത്യേകത കൊടുക്കുന്നത്. കൂടുതൽ വലിപ്പം തോന്നിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കൂടുതൽ വലിപ്പവും തോന്നിക്കുന്നുണ്ട് വാഹനത്തിന്. വശക്കാഴ്ചയിൽ ഗ്ലോസ്റ്ററുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പിൻഭാഗത്ത് വലിയ നീണ്ട LED സ്ട്രിപ്പ് കൊടുത്തപ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും ഈ ഗ്ലോസ്റ്ററിൽ നിന്ന് വലിയൊരു വ്യത്യാസം നമുക്ക് കാഴ്ചയിൽ തോന്നുന്നുണ്ട്. ഗ്ലോസ്റ്ററിനെ അപേക്ഷിച്ച് വലിപ്പവും കൂടിയിട്ടുണ്ട്. നീളം 61 മില്ലിമീറ്ററും വീതി 90 മില്ലിമീറ്ററും ഉയരം 9 മില്ലിമീറ്ററുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ വീൽ ബേസ് കൂടിയിട്ടില്ല, 2950 മില്ലിമീറ്റർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റീരിയർ സ്പേസിന് വ്യത്യാസമൊന്നും സംഭവിച്ചിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇൻറ്റീരിയർ പാടെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ സിംഗിൾ ടോൺ ബ്ലാക്ക് ആണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. ഗ്ലോസ്റ്ററിൽ ഓർമ്മയുണ്ടാവും, ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഇൻറ്റീരിയർ ആയിരുന്നു, ഇത് ഫുൾ ബ്ലാക്കായി. അതുപോലെ തന്നെ പുതിയ 12.3 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, പുതിയ 12.3 ഇഞ്ചിൻ്റെ മീറ്റർ കൺസോൾ, അത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 12 സ്പീക്കറിൻ്റെ JBLൻ്റെ മ്യൂസിക് സിസ്റ്റം, 2 വയർലെസ് ചാർജിങ് പാഡുകൾ, അതുപോലെ തന്നെ ഗംഭീരമായ ഓഫ് റോഡ് ഹാർഡ്വെയർ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത് 2 വീൽ ഡ്രൈവും 4 വീൽ ഡ്രൈവും 2 തരത്തിലുള്ള വേരിയൻസ് ഈ വാഹനത്തിനുണ്ട്. എന്തായാലും 2 ലിറ്റർ എഞ്ചിനിൽ മാറ്റമില്ല, പക്ഷേ അതിൻ്റെ എഞ്ചിൻ പവർ ഒന്ന് കൂടിയിട്ടുണ്ട്. പവർ 215 bhp ആക്കിയിട്ടുണ്ട് ഇപ്പം ഒരു വേരിയൻറ്റിന്. പക്ഷേ 161 bhp ഒരു എഞ്ചിൻ വേരിയൻറ്റ് തുടരുന്നുണ്ട്, അതും 2 ലിറ്റർ തന്നെയാണ്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4x2, 4x4 അങ്ങനെ 2 വേരിയൻസും കൊടുത്തിട്ടുണ്ട്. വില പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും വില അല്പം കൂടാൻ സാധ്യതയുണ്ട്. ഒരു 45 ലക്ഷം രൂപയൊക്കെ പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഗംഭീര വാഹനമാണ്. ഉടനെയൊന്നും വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അതൊരു അസറ്റ് തന്നെയാണ് കയ്യിൽ സൂക്ഷിക്കുക. അടുത്ത ഉദ്ദേശിക്കുന്നത് സുനിൽ അഗസ്റ്റിനാണ്, പടമുകൾ, കൊച്ചിയിൽ നിന്നും. ഡൽഹിയിൽ നിന്ന് ധാരാളം ഇന്നോവകൾ കേരളത്തിൽ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ടല്ലോ, എനിക്ക് ഒരെണ്ണം വാങ്ങണമെന്നുണ്ട്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ധാരാളം ഒന്നും പറഞ്ഞാൽ പോരാ കേട്ടോ. ഡൽഹിയിലുള്ള എല്ലാ ഇന്നോവയും കേരളത്തിൽ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നോവ, ഫോർച്യൂണർ, എവിടെ നോക്കിയാലും ഡൽഹി രജിസ്ട്രേഷൻ വാഹനങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ചിന്തിക്കുക, എപ്പോൾ വേണമെങ്കിലും MVD ഒരു തീരുമാനം എടുക്കും അങ്ങനെ അന്ന രജിസ്ട്രേഷൻ വാഹനം പിടിക്കാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ടാക്സ് അടയ്ക്കേണ്ടി വരും. ടാക്സ് അടച്ചാലും കുറച്ച് പഴയ വാഹനമാണെങ്കിൽ വലിയ പ്രശ്നമില്ലെങ്കിൽ പോലും അതൊന്ന് മനസ്സിൽ കാണുക. അപ്പോൾ ഡൽഹിയിൽ എന്താ സംഭവിച്ചാൽ ഇപ്പം ഏറ്റവും പുതിയ സുപ്രീം കോടതി വിധി പ്രകാരം ഈ BS4 കാലത്തിന് മുമ്പുള്ള BS4 എഞ്ചിനുകൾക്ക് തൊട്ട് മുമ്പുള്ള എഞ്ചിൻ വരെയുള്ള എല്ലാ ഡീസൽ വാഹനങ്ങളും, അതായത് 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ നിരോധിച്ചു. അതുപോലെ തന്നെ 15 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾ നിരോധിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ ഓടാൻ പാടില്ല, ഓടി 20,000 രൂപയ്ക്കാണ് ഫൈൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക വാഹനങ്ങൾക്കും ഇപ്പോൾ ഡൽഹിയിൽ ഓടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ വാഹനങ്ങളെല്ലാം ഇപ്പോൾ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. അതുപോലെ തന്നെ BS3 പെട്രോൾ വാഹനങ്ങൾക്കൊക്കെ ഈ നിരോധനം ബാധകമാണ്. ഈ വലിയ ഫൈൻ കൊടുത്ത് വെളിയിറക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇപ്പം ആകെ ഓടിക്കൊണ്ടിരിക്കുന്ന BS6 ഡീസലും അതുപോലെ തന്നെ CNG ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ മാത്രമാണ്. ബാക്കിയെല്ലാം ഡൽഹിയുടെ അതിർത്തിക്ക് പുറത്തേക്ക് പോയിരിക്കുകയാണ്. കുറേ പേരൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എത്ര ശ്രദ്ധിച്ചാലും പക്ഷേ അത് കുറച്ച് പണിയൊക്കെ കിട്ടും. കാരണം വെച്ചാൽ അവിടെയൊക്കെ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ മീറ്ററൊക്കെ ടാമ്പർ ചെയ്ത് നിങ്ങൾ നോക്കുമ്പോൾ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഓടിയിട്ടുണ്ടാവും. അത്തരം പല വിദ്യകളും അറിയാവുന്നവരാണ് അവർ. പിന്നെ
അറിയാലോ ഭൂട്ടാനിൽ നിന്നൊക്കെ വാഹനം വന്നെന്നൊക്കെ പറഞ്ഞ പോലെ എവിടെ നിന്നൊക്കെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ ഇതൊരു റിസ്ക് ഉണ്ട്. റിസ്ക് ഉണ്ടെങ്കിൽ പോലും ചെറിയ വിലയ്ക്ക് ഇപ്പോൾ ഇന്നോവ പോലുള്ള വാഹനങ്ങളൊക്കെ 7-8 ലക്ഷം രൂപയ്ക്ക് കിട്ടും. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ടാക്സ് അടച്ചാൽ പോലും 1 ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഓടിക്കാം. മറ്റൊരു കാര്യമുള്ളത് ഈ ടൊയോട്ടയുടെ വാഹനങ്ങൾ എത്ര ലക്ഷം കിലോമീറ്റർ ഓടും എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. ഇത്തിരി പഴകിയ വാഹനമായാലും ഇത്തിരി മോശമൊക്കെ ആയാലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ അങ്ങ് ഓടിക്കോളും. അപ്പോൾ അത്ര റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ ഇന്നോവ പോലുള്ള വാഹനങ്ങൾക്ക് എടുക്കാവുള്ളൂ. പക്ഷേ ബെൻസ് പോലെ അല്ലെങ്കിൽ അതുപോലെ പ്രീമിയം വാഹനങ്ങൾ എടുക്കുമ്പോഴാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഞാനീ പറഞ്ഞ ശ്രദ്ധിക്കാൻ ഒരു പരിധിക്കപ്പുറത്ത് നിങ്ങൾക്ക് പറ്റില്ല. കാരണം അത്രയധികം ഉടായ്പൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു 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 വിശ്വാസം എടുക്കുക എന്നല്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഇന്നോവ വരെയൊക്കെ എടുക്കുന്നത് തെറ്റില്ല. ഫോർച്യൂണറിലേക്കൊക്കെ പോകുമ്പോൾ പോലും വീണ്ടും വില കൂടുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് വെട്ടിപ്പുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവും. അപ്പോൾ NOC എന്നൊക്കെ പറഞ്ഞ സാധനം എപ്പോൾ വേണമെങ്കിൽ കിട്ടും. NOC ഒന്നും അല്ല അവിടുത്തെ ഇഷ്യൂ. NOC ഒക്കെ എങ്ങനെ വേണമെങ്കിൽ കിട്ടാവുന്ന അവസ്ഥ അവിടുത്തെ അതോറിറ്റീസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു സംഭവമല്ല. അപ്പോൾ NOC കിട്ടി വാഹനം വലിയ കുഴപ്പമില്ലെന്ന് തോന്നിയെങ്കിൽ എടുക്കുക എന്നല്ലാതെ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതിട്ട് കേരളത്തിൽ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും കേരള രജിസ്ട്രേഷൻ ആക്കണം, ടാക്സ് അടച്ചിട്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും സമുദ്രപ്പിടുത്തം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫൈനൊക്കെ വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാവുന്നിടത്തോളം ശ്രദ്ധിക്കുക എന്നല്ല. അതിൻ്റെ അപ്പുറത്ത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു തരാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവനവൻ്റെ ഒരു ജാതക ഗുണവും എന്താ പറയുക വാരഫലവും ഒക്കെ നോക്കിയിട്ടങ്ങ് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വലിയ ലാഭത്തിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയപ്പോൾ ഈ ആഴ്ചയിലെ വാഹന കൗതുക വാർത്ത ഏതാണെന്ന് നോക്കാം. നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോഴത്തേക്കും വാഹനത്തിനകത്ത് പാട്ട് വെച്ച് പോകുന്നൊരു പതിവുണ്ടല്ലോ. പക്ഷേ നമ്മൾ റോഡ് തന്നെ നമുക്കൊരു പാട്ട് തന്നാലോ അല്ലെങ്കിൽ മ്യൂസിക് നമുക്ക് വേണ്ടി തന്നാലോ എന്തായിരിക്കും? അതാണ് ഇന്നത്തെ ഒരു കൗതുക വാർത്ത എന്ന് പറയുന്നത്. ദൂരെയൊന്നും സംഭവിച്ച കാര്യമല്ല, നമ്മുടെ നാട്ടിൽ ബോംബെയിൽ സംഭവിച്ച കാര്യമാണ്. ബോംബെയിലെ ഒരു റോഡിലൂടെ 500 മീറ്റർ നിങ്ങൾ ഓടിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ശുദ്ധ സംഗീതം നിങ്ങളുടെ വാഹനത്തിനകത്ത് കേൾക്കാൻ പറ്റും. ജയ് ഹോ എന്ന് പറയുന്ന എ ആർ റഹ്മാൻ്റെ ആ പാട്ടുണ്ടല്ലോ, അതായത് ഓസ്കർ അവാർഡ് കിട്ടിയ ആ പാട്ടാണ് നിങ്ങൾക്ക് ഉൾഭാഗത്തൊരു മ്യൂസിക് ഇങ്ങനെ കേട്ടുകൊണ്ട് ഓടിക്കാൻ പറ്റുന്നത്. അത് വലിയ സംഭവമൊന്നുമില്ല. ചെറിയ ചെറിയ റംബിൾ സ്ട്രിപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റംബിൾ സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു വലിയ ചാട്ടമല്ല, ചെറിയ ചെറിയ റംബിൾ സ്ട്രിപ്സിലൂടെ നമ്മൾ ആ 500 കിലോമീറ്റർ ഓടുമ്പോൾ വാഹനത്തിൻ്റെ ടയറും അതുപോലെ തന്നെ ഈ ഒരു റംബിൾ സ്ട്രിപ്സുമായിട്ട് ചേർന്നുണ്ടാകുന്ന ഒരു ഘർഷണം ഉണ്ടല്ലോ, ഫ്രിക്ഷൻ. ആ ഫ്രിക്ഷന് ഒരു വൈബ്രേഷൻ ഉണ്ടായിട്ട് ആ വൈബ്രേഷൻ നമുക്ക് പാട്ടായിട്ട് കേൾക്കാൻ പറ്റും. ഞാൻ അതൊരിക്കൽ കേട്ടാണ് കേട്ടോ. പക്ഷേ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. മുംബൈയിൽ നരിമാൻ പോയിന്റ് മുതൽ വെറലി വരെയുള്ള ആ റോഡിൻ്റെ ഒരു ഭാഗത്താണ് 500 മീറ്ററിൽ ഈ ഒരു റംബിൾ സ്ട്രിപ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ തുടക്കത്തിന് കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങളതുവഴി ഇങ്ങനെ ഓടിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഗീതം കേൾക്കാൻ പറ്റുന്നൊക്കെ. അത് ഏതാണ്ട് 70-80 കിലോമീറ്റർ സ്പീഡിൽ പോയാലേ കൃത്യമായിട്ട് അത് കേൾക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് ഈ അടുത്ത കാലത്ത് വലിയ ഫേമസ് ആയത് സർഫറാസ് ഖാൻ എന്ന് പറയുന്ന നമ്മുടെ ക്രിക്കറ്റർ അതുവഴി ഓടിച്ചിട്ട് റീലിട്ടു, ആ പാട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടും വലിയ എന്താ പറയുക തരംഗമായിട്ട് മാറിയ ആൾക്കാർക്ക് ഇപ്പോൾ അതുവഴി ഓടിച്ചു പോകാൻ തുടങ്ങുകയൊക്കെ ചെയ്തത്. ഇത് ഹംഗറി ടെക്നോളജിയാണ്. ഹംഗറിയിൽ നിന്നുള്ളവരാണിത് ഇവിടെ ഇന്ത്യയിൽ ചെയ്ത് കൊടുത്തത്. 6.21 ക്രോഴ്സായി ഈ ഒരു 500 മീറ്റർ റോഡ് ഇങ്ങനെ ഈ റംബിൾ സ്ട്രിപ്സ് ഒക്കെ വെച്ചിട്ട് പാട്ട് കേൾപ്പിക്കാനായിട്ട്. ഇപ്പോൾ തന്നെ ഹംഗറി, അതുപോലെ ജപ്പാൻ, സൗത്ത് കൊറിയ, പിന്നെ UAE തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ ഒരു പാട്ട് ഒഴിക്കുന്ന ഈ ഒരു റോഡുണ്ട്. എങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഇന്ത്യയിൽ ഇനി മറ്റ് പല സിറ്റികളും, അതായത് ഹൈദരാബാദ്, ബാംഗ്ലൂർ, പൂനെ, അങ്ങനെയുള്ള പല സ്ഥലങ്ങൾ, ഡൽഹിയൊക്കെ വരാൻ പോകുന്നത് കേൾക്കുന്നുണ്ട്. എന്തായാലും ഇത് ഇങ്ങനെയുള്ള റോഡിലൂടെ പാട്ട് കേൾക്കുമ്പോൾ ഈ ഡ്രൈവേഴ്സിന് കൂടുതൽ എന്താണ് ക്ഷീണം കുറയുന്നു. അതുപോലെ തന്നെ അവർക്ക് കുറച്ചുകൂടി ശ്രദ്ധ കിട്ടുന്നു, അവർ കുറച്ചുകൂടി എൻജോയ് ചെയ്യുന്നു, ഡ്രൈവിങ് അതിൻ്റെ ഒരു ക്ഷീണം പോകുന്നു. അത്തരം കാര്യങ്ങളൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, എന്തായാലും അത്തരം പല ഗുണങ്ങളുമൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എൻജോയ് ചെയ്യണമെങ്കിൽ അവിടെ ചെന്നാൽ മതി. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ വേർലി ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഒരു മെയിൻ റോഡിൻ്റെ സൈഡിൽ ഒരു 500 മീറ്റർ സ്ട്രിപ്പാണ് അത് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നല്ല രസമുള്ളൊരു സംഭവമാണ്. എന്തായാലും ഒന്ന് ഇപ്പം നിങ്ങൾ അത് കേട്ട് കഴിഞ്ഞാണോ അല്ലേ, അതുപോലെ ഉള്ള ഒരു മയത്തിലേക്ക് ഓടിച്ചാൽ ആ ഒരു പാട്ടൊക്കെ കേട്ടുകൊണ്ട് പോകാം. അപ്പോൾ അത്തരം ഒരു രസമുള്ള കാര്യം കൂടി ഇന്ത്യയിൽ സംഭവിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. പിന്നെ നമുക്ക് പറയേണ്ടത് പോപ്പുലർ ഹുണ്ടായെ പറ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ് പോപ്പുലർ ഹുണ്ടായി. കേരളത്തിലുടനീളം 35 സർവീസ് സെൻറ്റേഴ്സും 35 സെയിൽസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടായിക്ക്. നിങ്ങൾക്ക് ഹ്യുണ്ടായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്ക് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഹ്യുണ്ടായ വാഹനം ഓടിച്ച് നോക്കണമെങ്കിൽ കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും. ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. അതുപോലെ തന്നെ ഹ്യുണ്ടായെ പറ്റിയോ അല്ലെങ്കിൽ പോപ്പുലർ ഹുണ്ടായെ പറ്റിയോ എന്തെങ്കിലും പരാതിയോ അഭിനന്ദനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അവർ കേൾക്കാൻ അവിടെ ആളുണ്ട്. പരാതിയാണെങ്കിൽ പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പോൾ ഏറ്റവും പുതിയ ഹ്യുണ്ടായി ക്രെറ്റ EV, അതുപോലെ തന്നെ ഏറ്റവും പുതിയ വെന്യൂ ഒക്കെ ഓടിച്ച് നോക്കുന്ന ഈ നമ്പറിൽ വിളിക്കുക. തീർച്ചയായിട്ടും വളരെ മികച്ച വാഹനങ്ങളാണ് അതെല്ലാം തന്നെ. അപ്പോൾ നിങ്ങളും പോപ്പുലർ ഹുണ്ടായും അതുപോലെ ഹ്യുണ്ടായിട്ടുള്ള ഒരു പാലമായിട്ട് ഈ ഒരു നമ്പർ മാറും. അത് എന്താവശ്യത്തിനും അതിൽ ഹ്യുണ്ടായിട്ട് ബന്ധപ്പെട്ട എന്താവശ്യത്തിനും ആ നമ്പറിൽ വിളിച്ചാൽ മതി.
ഇനി എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് ചോദിച്ചാൽ 2 തരത്തിലേക്ക് വന്ന് baijuannair@gmail.com എന്ന ഇമെയിൽ അയക്കാം, baijuannair ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം, baijuannair എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. വീഡിയോ ഉണ്ടെല്ലാം നന്ദി. ബൈ.